ഹായ് ഫ്രണ്ട്സ്, ഈ റംബൂട്ടാൻ ഉപയോഗിച്ച് നമുക്ക് വളരെ വിശിഷ്ടമായ ഒരു അച്ചാർ ഉണ്ടാക്കാം. വരൂ, നമുക്ക് റംബൂട്ടാൻ ഉപയോഗിച്ചുള്ള അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് കാണാം. വരൂ. ഇതാണ് നമ്മുടെ റംബൂട്ടാൻ അച്ചാർ. ഇത് റംബൂട്ടാൻ്റെ ചെടിയാണ്. കാണാത്തവർക്കായിട്ടൊന്ന് കാണിക്കാൻ, ഒരു ചെറിയ തൈയാണ്, വളർന്നു വരുന്നതേ ഉള്ളൂ. അതിൽ നിറയെ റംബൂട്ടാൻ ഉണ്ടായിരിക്കുകയാണ്. പഴുത്തിട്ടില്ല, ഇത് പച്ചയാണ്. ഈ റംബൂട്ടാൻ പഴുത്തിട്ടാണ് നമ്മൾ അച്ചാറുണ്ടാക്കുന്നതും കഴിക്കുന്നതല്ല. റംബൂട്ടാൻ അങ്ങനെ കായ്ച്ച് കിടക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റംബൂട്ടാൻ്റെ മരമാണത്. ഇത് വലിയ മരമാവുന്നതാണ്, എന്നാൽ ഇത് കൊച്ചു തൈയാണ്. നമുക്ക് റംബൂട്ടാൻ പഴം ഒന്ന് പൊളിച്ചെടുക്കാം. ആ തോട് പൊളിച്ച് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് പഴം എടുക്കുകയാണ്. വളരെ മൃദുലമായ നൈസായ ഒരു പഴമാണ് റംബൂട്ടാൻ്റെ ഈ പഴം. തോടിന് വലിയ കട്ടിയൊന്നുമില്ല, മെല്ലെ ഒന്ന് ഞെക്കിയാൽ മതി, ആ തോട് പൊട്ടും. അപ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതൊരു 3/4 കിലോയോളം വരും ഈ റംബൂട്ടാൻ. ഇതുപയോഗിച്ചാണ് നമ്മൾ വളരെ വിശിഷ്ടവും വളരെ ടേസ്റ്റുമുള്ളതായിട്ടുള്ള അച്ചാർ ഉണ്ടാക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രുചികരമായ ഒരു അച്ചാറാണ് ഈ റംബൂട്ടാൻ അച്ചാർ. എല്ലാവരും ഇന്ന് തന്നെ ഈ റംബൂട്ടാൻ്റെ അച്ചാർ ഉണ്ടാക്കി നോക്കണേ. റംബൂട്ടാൻ്റെ സീസണൊക്കെ കഴിയുന്നതിന് മുൻപേ തന്നെ ഉണ്ടാക്കി നോക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മളത് പൊളിച്ച് കഴിയാറായി. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യണേ. അങ്ങനെ നമ്മൾ റംബൂട്ടാൻ്റെ പഴം ഇവിടെ എടുത്ത് കഴിയാറായിരിക്കുകയാണ്. ഈ അച്ചാർ കൂട്ടിയാൽ പിന്നെ നമുക്ക് മറ്റൊന്നും വേണ്ട, ഇറച്ചിയോ മീനോ പോലും വേണ്ട. അത്രയ്ക്കും രുചികരമായിട്ടുള്ള ഒരു അച്ചാറാണ് ഈ റംബൂട്ടാൻ പഴം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാർ. നമ്മളെല്ലാം പൊളിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റംബൂട്ടാൻ പൊളിച്ച് കഴിഞ്ഞപ്പോഴുള്ള കണ്ടീഷൻ. അങ്ങനെ വെറൈറ്റിയും ടേസ്റ്റിയും വിശിഷ്ടവുമായ ഈ റംബൂട്ടാൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പോകാം. അതിനായിട്ട് കാശ്മീരി മുളക് പൊടി 5 സ്പൂണും അച്ചാർ പൊടി 5 സ്പൂണും മഞ്ഞൾപ്പൊടി 1 സ്പൂണും കായം കട്ട 2 ചെറിയ കഷ്ണവും വെളുത്തുള്ളി ഒരു 4 കുടം വെളുത്തുള്ളി പൊളിച്ച് അരിഞ്ഞതും 1 കഷ്ണം വലിയ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഉലുവ 1 സ്പൂണ്, കടുക് ആവശ്യത്തിന്, നല്ലെണ്ണ, കറിവേപ്പില എന്നീ സാധനങ്ങളാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിരിക്കുന്നു.
ചീനിച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 100 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. നല്ലെണ്ണ ചൂടായ ശേഷം ഒരു 1.5 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നല്ലെണ്ണയ്ക്ക് എള്ളെണ്ണ എന്നും പറയും. അങ്ങനെ കടുക് പൊട്ടിയ ശേഷം നമ്മൾ ഒരു 2 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് അതുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കൊച്ചുള്ളി മൂത്ത ശേഷം നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി 4 കുടം വെളുത്തുള്ളിയാണ് നമ്മളിവിടെ പൊളിച്ച് നടുകെ കീറി വെച്ചിരിക്കുന്നത്. അതുകൂടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ഗോൾഡൻ കളറാവുന്നിടം വരെ ഒന്ന് മൂപ്പിക്കണം. കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ വളരെ വിശിഷ്ടമായിട്ടുള്ള റാംബൂട്ടാൻ അച്ചാർ ഉണ്ടാക്കുകയാണ്. അതൊരു ഗോൾഡൻ കളറായ ശേഷം നമുക്ക് ഉലുവ, പൊടിക്കാത്ത ഉലുവ 1 സ്പൂണ് 1.5 സ്പൂണ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കായം കട്ട 2 ചെറിയ കഷ്ണം കായം കട്ട അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് അതുകൂടെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില, ഞാനിവിടെ ഒരു 5 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ കറിവേപ്പിലയും കൂടി മൂത്ത ശേഷം നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അച്ചാർ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. എരി വേണമെന്നുള്ളവർക്ക് ഇച്ചിരി പാണ്ടി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം എരിയേ ഉള്ളൂ. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി ആ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. തീ അപ്പോൾ കുറച്ചെടു വെക്കണം. ഒരു 4 സ്പൂൺ വിനാഗിരിയും കൂടി അതിൻ്റെ കൂടെ ഒഴിച്ച് ഇളക്കിയിരിക്കുകയാണ്. പിന്നെ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ അച്ചാറിന് ആവശ്യത്തിന് ഉപ്പാണ്. ഞാനൊരു 1.5 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്ക് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്ന റംബൂട്ടാൻ പഴം അതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ റംബൂട്ടാൻ പഴം ഇട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നല്ലവണ്ണം ഒന്ന് ചൂടായാൽ മതി. അപ്പോഴേക്കും നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ അച്ചാറിൻ്റെ പരുവം ഇതാണ്. ഈ പരുവത്തിനാണ് അച്ചാർ നമുക്ക് എടുക്കേണ്ടത്. വളരെ രുചികരമാണ് ഈ അച്ചാർ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. VIPകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള അച്ചാറാണ്. വളരെ ടേസ്റ്റുമാണ്. ഈ അച്ചാർ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.
നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മളുടെ രുചികരവും വെറൈറ്റിയും വിശിഷ്ടവുമായിട്ടുള്ള റംബൂട്ടാൻ അച്ചാർ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കതൊരു ചെറിയ പാത്രത്തിലോട്ടൊന്ന് കോരി വയ്ക്കാം. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കോരുന്നത്. അല്ലെ നമുക്ക് കുപ്പിയിലോട്ട് തണുത്ത് കഴിയുമ്പോൾ കോരി വയ്ക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വളരെ വിശിഷ്ടമായിട്ടുള്ള റംബൂട്ടാൻ അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റംബൂട്ടാൻ അച്ചാർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഓക്കെ, താങ്ക് യു.